നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയാതെ പറയുന്ന ഒരു പ്രമാണമുണ്ട്. പക വീട്ടാനുള്ളതാണ്. അങ്ങനെ ഒരു പക നമ്മൾ വീട്ടി. തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മൾ കൊടുത്ത പണി 8ൻ്റെ അല്ല 88ൻ്റെ പണിയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കി വിമാനം അയച്ചു കൊടുത്തു പാകിസ്ഥാനിലേക്ക്. എന്നിട്ട് ആ വിമാനത്തിൽ നിന്ന് അവരവിടെ ഇറക്കിയത് ഇന്ത്യയെ ആക്രമിക്കാൻ ബൈറാക്തർ TB2 ഡ്രോണുകൾ, അസിഗാർഡ് സോങ്ഡാർ എന്ന് പറയുന്ന ഡ്രോണുകൾ അയച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പട്ടാളക്കാരെ അയച്ചു കൊടുത്തു. എന്നിട്ട് തുർക്കിയിലെ പട്ടാളക്കാർ പാകിസ്ഥാനിലിരുന്ന് ഇവരുടെ ബൈറാക്തർ ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മളെ ആക്രമിച്ചു. ഡ്രോണുകളുടെ ഒരു മാല തന്നെ വിട്ടു. അതായത് നമ്മൾ പറഞ്ഞു, പരസ്യമായി നമ്മൾ പറഞ്ഞു, നമ്മൾ യുദ്ധം ചെയ്ത 3 രാജ്യങ്ങളോടാണ്. പാകിസ്ഥാൻ യുദ്ധം ചെയ്തു, പാകിസ്ഥാൻ്റെ കൂടെ ചൈനയുണ്ടായിരുന്നു, ചൈനയാണ് ആയുധങ്ങൾ കൊടുത്ത ഒരു രാജ്യം, സർവൈലൻസ് നടത്തിയത് ചൈനയാണ്, അതുകൂടാതെ തുർക്കിയും ഉണ്ടായിരുന്നു. 3 രാജ്യങ്ങളോടാണ് നമ്മൾ യുദ്ധം ചെയ്തതെന്ന് നമുക്ക് പരസ്യമായി പറയേണ്ടി വന്നു. കാരണം അവർക്ക് ഭൂകമ്പമുണ്ടായപ്പോൾ, വലിയ ആൾനാശമുണ്ടായപ്പോൾ സഹായിക്കാൻ ആദ്യം അവിടെ എത്തിയത് ഇന്ത്യൻ എയർഫോഴ്സാണ്. പക്ഷെ നമ്മൾ സഹായിച്ചത് പന്നികളെയായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യക്ക് കിട്ടിയത്, അവസരം കിട്ടിയപ്പോൾ അവരുടെ മൂർത്ത ദംഷ്ട്രകൾ കൊണ്ടുള്ള കുത്താണ്. സമയം കിട്ടിയപ്പോൾ ഇന്ത്യയെ കുത്തി തുർക്കി എന്ന പന്നിസ്ഥാൻ. പറയാതെ തരമില്ല. തുർക്കിയിലെ സുൽത്താൻ്റെ അധികാരം പോയതിൻ്റെ പേരിൽ 1921 മലബാറിൽ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ട ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് മനസ്സിൽ നടക്കുന്ന ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എങ്ങനെയും, കാഫറുകളെ എങ്ങനെയും അവസാനിപ്പിക്കണം എന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതിനുവേണ്ടി അവർ ആളിറക്കും, അർത്ഥം നൽകും, ആയുധം നൽകും. അങ്ങനെയാണ് യുദ്ധകാലത്ത് തുർക്കി നമുക്കിട്ട് പണിത്. മറന്നിട്ടില്ല മോദി. ഈ ബൈരാക്തർ ഡ്രോണുകളെ കുറിച്ച് പറയുമ്പോൾ എർദോഗാൻ, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ്റെ മകളുണ്ട് സുമയ്യ എർദോഗാൻ. സുമയ്യ എർദോഗാൻ്റെ ഭർത്താവാണ് സെൽചുക് ബൈരാക്തർ. അയാളുടെ കമ്പനിയാണ് ഈ ഡ്രോൺ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ പ്രസിഡന്റിൻ്റെ മരുമകനാണ് അവിടെ ഡ്രോൺ ഉണ്ടാക്കി, അവരുടെ മാരകമായ ഡ്രോണുകൾ ഉണ്ടാക്കി ഇന്ത്യയെ ആക്രമിക്കാൻ ഇങ്ങോട്ട് കൊടുത്തയച്ചത്. നമ്മളെന്ത് ചെയ്തു? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്താംബൂൾ. തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ പോകും. വെഡ്ഡിംഗ് ഷൂട്ടുകൾ, കല്യാണത്തിന് ശേഷമുള്ള വലിയ ഷൂട്ടിംഗ് പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വിനോദസഞ്ചാര കേന്ദ്രം. തുർക്കിയിലേക്ക് പോകുക, ഇസ്താംബൂളിലേക്ക് പോവുക. എല്ലാവരും വണ്ടി പിടിച്ചത് ഇവിടുത്തെ ചില ഈ ഭീകരവാദികളെയൊക്കെ ന്യായീകരിച്ച് സിനിമ ഇറക്കുന്ന മലയാളത്തിൻ്റെ ഒരു നടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് തുർക്കിയിലെ ഇസ്താംബൂൾ. അതിൻ്റെ കാരണമൊന്നും ഞാൻ പറയുന്നില്ല, അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്താംബൂൾ എന്ന് പറയുന്ന തുർക്കിയിലെ നഗരത്തിൻ്റെ കുപ്രസിദ്ധി എന്തിനൊക്കെയാണെന്നറിയാം. ഏതായാലും അവിടേക്കൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ടൂറിന് പോകുമായിരുന്നു. ഇന്ത്യ പതുക്കെ, നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാരൊക്കെ തീരുമാനിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇംഗിതം അറിഞ്ഞ് നമ്മളങ്ങ് തീരുമാനിച്ചു, അങ്ങനെ ഇനി തുർക്കിക്ക് ഇന്ത്യക്കാരങ്ങനെ ടൂറിന് പോകണ്ട എന്ന് തീരുമാനിച്ചു. വലിയ സാമ്പത്തിക തിരിച്ചടി ഉണ്ടായി തുർക്കിക്ക്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടി നമ്മൾ കൊടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ, അതായത് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ, കൊച്ചി, കണ്ണൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ ബാഗേജുകൾ കൈകാര്യം ചെയ്തിരുന്നതും ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും നടത്തിയിരുന്നത് സെലബി എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. തുർക്കി കമ്പനിയാണ്. ഈ സെലബി കമ്പനിക്കാർ ചെയ്യുന്നത് അവിടുത്തെ, നമുക്കറിയാം, നമ്മുടെ കാർഗോ, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളും ചരക്ക് മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ വിമാനം വന്നിറങ്ങിയാൽ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ ഗോണി വെച്ച് കൊടുക്കൽ, ആളുകളെ ഇറക്കൽ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ഈ സെലബി കമ്പനിയായിരുന്നു. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തുർക്കി കമ്പനിക്ക് കൊടുത്ത കരാറാണ്. സെലബി അങ്ങനെ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ, നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും, 10,000-ഓളം ആളുകളുണ്ടായിരുന്നു. 10,000-ഓളം ആളുകളെ വെച്ചിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് രാജ്യത്തെ തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളിൽ. ഇവർക്ക് വിമാനത്താവളത്തിലെ യാത്രക്കാരുമായി ആക്സസ് ഉണ്ടാവും, കാർഗോയിൽ ആക്സസ് ഉണ്ടാവും. അങ്ങനെ ഇവരവിടെ നിർബാധം പ്രവർത്തിച്ചു വരുന്നു. പക്ഷേ തുർക്കി എന്ന് പറയുന്ന രാജ്യവുമായി നമ്മളങ്ങനെ പരസ്യമായി ഏറ്റുമുട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് സർക്കാർ UPA-യുടെ കാലത്തുണ്ടായിരുന്നതാണെങ്കിൽ പോലും അതങ്ങ് തുടർന്നോട്ടെ, ഒരു രാജ്യവുമായുള്ള ബന്ധം നശിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ആ കരാർ നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൽ പരസ്യമായി ഇന്ത്യക്കാരെ കൊല്ലാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ, ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആയുധവും പട്ടാളക്കാരെയും വിട്ടുകൊടുത്തു തുർക്കി എന്നറിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഉത്തരവിട്ടു, ഈ കരാർ അങ്ങ് റദ്ദാക്കാൻ പറഞ്ഞു. ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് ഒറ്റ തീരുമാനം, ഒരൊറ്റ അടി, മോദിയുടെ ഒരൊറ്റ അടിയിൽ, ടൂറിസം മാറി നിൽക്കട്ടെ, ഈ ഒരൊറ്റ അടിയിൽ നഷ്ടപ്പെട്ടത് $500 മില്യൺ
തുർക്കി ഇപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ ഹാൻഡ്ലിംഗ് കരാർ പോയതുകൊണ്ട് ഇവർ $500 മില്യൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കാക്കാമാരുടെ രാജ്യം കരുതിയിരിക്കുന്നത് എന്താ? ഇന്ത്യക്കിട്ട് പണി കിട്ടുമ്പോൾ കിട്ടുന്ന അവസരത്തിൽ ചാമ്പാം, ഇന്ത്യ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല, നീ തുർക്കിയല്ല മുർക്കിയാണേലും അടി തരേണ്ട സമയത്ത് നമ്മൾ അടി തന്നിരിക്കും. തീർന്നോ? തീർന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി തുർക്കിയുടെ 2 പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങൾ, ഒന്ന് സൈപ്രസുമായി പ്രതിരോധ കരാർ നമ്മൾ ഒപ്പിട്ടു. സൈപ്രസിനെ തുർക്കി ചൊറിയാൻ പോയ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗം ഇവർ പിടിച്ചെടുത്തിരിക്കുക തുർക്കി. പക്ഷേ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് ഒറ്റ സൈപ്രസേ ഉള്ളൂ. നമ്മുടെ കാശ്മീരിൻ്റെ കാര്യം പറയുന്നത് POK നമ്മുടെ തന്നെയാണ് എന്ന് നമ്മുടെ മാപ്പിൽ നമ്മൾ വരച്ചു വെക്കുന്ന പോലെ സൈപ്രസിൽ ആ രാജ്യത്തിൻ്റെ ഭാഗം തുർക്കി പിടിച്ചെടുത്തത് സൈപ്രസ് അംഗീകരിക്കാത്ത നിലപാടിൻ്റെ കൂടെ ഇന്ത്യ നിൽക്കുന്നു. സൈപ്രസുമായി നമ്മൾ പ്രതിരോധ കരാർ ഒപ്പുവെച്ചു. തീർന്നില്ല. തുർക്കിയും അർമേനിയ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ എന്നും വഴക്കും അടിയും വെടിയും ബഹളമാണ്. നമ്മൾ എന്ത് ചെയ്തു? തുർക്കിക്കെതിരെ പൊരുതുന്ന അർമേനിയയുമായിട്ടൊരു കരാർ ഒപ്പിട്ടു. എന്നിട്ട് 16,000 കോടി രൂപയുടെ ആയുധങ്ങൾ അർമേനിയയ്ക്ക് കൊടുത്തു. എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മുടെ ആകാശം ഉരുക്ക് പോട്ട പോലെ കാത്തുരക്ഷിച്ച S-400 അല്ല, നമ്മുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ അർമേനിയയ്ക്ക് കൊടുത്തു. ഇനി തുർക്കി അങ്ങോട്ട് ബരാക്തർ ഡ്രോണുകൾ അയച്ചാൽ അവരെ പപ്പടമാക്കാൻ പറ്റും. നമ്മുടെ ആകാശം കൊണ്ടെന്ന് അർമേനിയ കണ്ടിരുന്നു. അപ്പോൾ മോദിയോട് പറഞ്ഞു, മോദിജി ഞങ്ങൾക്ക് തരൂ. നമ്മൾ കൊടുത്തു. തുർക്കിക്കിട്ട് പണിയാനല്ല, പിടിച്ചോടാ മക്കളെ. തുർക്കി ആകാശം ചോദിച്ചപ്പോൾ മോദി പറഞ്ഞു, ആകാശം മാത്രമല്ല, ആകാശം തരാം, നിക്ക് ആകാശമല്ല, ഒരു സാധനം തരാം. എന്താ പറയുക? പിനാക്ക എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. കിടിലൻ സാധനമാണ്. അടിച്ചവൻ്റെ നെഞ്ചാങ്കൂട് തകർക്കാൻ പറ്റിയ സാധനം. വാങ്ങിച്ചോ അർമേനിയ, കൊണ്ടുപോ മക്കളെ എന്ന് പറഞ്ഞ് നമ്മൾ പിനാക്ക കൊടുത്തു. തീർന്നില്ല, ഒരു സാധനം തരാം നമ്മൾ പറഞ്ഞു. എന്താണെന്നറിയോ? നമ്മുടെ 155mm പീരങ്കിയുണ്ട്, അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം. നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മുടെ സ്വന്തം സാധനം. പഴയ ബോഫോഴ്സിൻ്റെ ഒക്കെ കാലം പോയി. നമ്മുടെ കയ്യിൽ നമ്മുടെ സ്വന്തം സാധനമുണ്ട്, കൊണ്ടുപോയി, ഇതും കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. പിന്നെയോ ACS-50 ലോയിറ്ററിങ് മ്യൂണീഷ്യൻസ്, ആയുധങ്ങൾ വേറെയും കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അർമേനിയ എടുത്ത് തുർക്കിക്കിട്ട് പെരുക്കിക്കൊണ്ടിരിക്കുക. എന്താണ്? ഇന്ത്യൻ ആയുധങ്ങൾ. എർദോഗൻ്റെ പട്ടാളക്കാരൻ്റെ നെഞ്ചത്ത് വന്ന് പൊട്ടുന്നത് ഇന്ത്യൻ ആയുധങ്ങളാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അതൊരു മനോഹരമായ പ്രതികാരമല്ലേ? നമ്മുടെ പാകിസ്ഥാനിൽ വന്നിരുന്ന് നമുക്കിട്ട് പണിയാൻ തുർക്കി ഡ്രോൺ കൊടുത്തെങ്കിൽ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു പണി കൊടുത്തു. എന്താണ്? നമ്മൾ അർമേനിയക്ക് ആയുധം കൊടുത്തു, അർമേനിയ അതെടുത്തിട്ട് തുർക്കിക്കിട്ട് പണിയുന്നു. അപ്പോൾ പണ്ടത്തെ രീതിയൊന്നുമല്ല, ഇത് മോദിയുടെ ഇന്ത്യയാണ്, മാറുന്ന ഇന്ത്യയാണ്, മാറിയ ഇന്ത്യയാണ്. അശോക സ്തംഭത്തിലെ ചിരിക്കുന്ന സിംഹം മാറിയിട്ട് ഗർജിക്കുന്ന സിംഹം വന്ന കാലമാണ്. അടിച്ച നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കും. 8ൻ്റെ പണിയല്ല, നേരത്തെ പറഞ്ഞ പോലെ 88ൻ്റെ പണി കൊടുത്തിരിക്കും. നോക്കൂ, ഒറ്റ അടിക്ക് തുർക്കി ഔദ്യോഗികമായി തുർക്കിയിലെ മാധ്യമങ്ങൾ നിലവിളിക്കുകയാണ്. പോയത് $500 മില്യൺ. $500 മില്യൺ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയൊന്നുമില്ല, വലിയ സാമ്പത്തികമൊന്നുമില്ല. അരിഷ്ടിച്ച് പോകുന്ന ഇസ്ലാമിക ജിഹാദിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം. നാറ്റോയിലൊക്കെ ഉണ്ട്. നാറ്റോയിൽ അംഗമായിരിക്കെ അമേരിക്കയ്ക്കിട്ട് പണിയും. നാറ്റോയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയുടെ നിന്ന് S-400 മേടിക്കുന്ന ചെറ്റത്തരം കാണിക്കുന്ന രാജ്യമാണ് തുർക്കി. മനസ്സിലായില്ലേ? തുർക്കി ഒരു ഇസ്ലാമിക ജിഹാദ്, ഖലീഫേറ്റ്, പഴയ ഖലീഫമാരുടെ സാമ്രാജ്യം ലോകം മുഴുവൻ ഉണ്ടാക്കണം, എന്നൊരു ലോകത്തിൻ്റെ ഭരണാധികാരിയായി മാറണമെന്നുള്ള ഒരു ചെറിയ മോഹമുള്ള ആളാണ് ഈ എർദോഗൻ. ഏതായാലും എർദോഗൻ്റെ നല്ല പണി ഇന്ത്യ കൊടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ്. ഉറപ്പായും ഈ വാർത്ത ശരിക്കും നമ്മുടെ മാധ്യമങ്ങളിൽ വരേണ്ടതല്ലേ? വരില്ല. കാരണം 2 കാര്യങ്ങൾ കൊണ്ട് വരില്ല. ഒന്ന്, മോദിക്ക് ഇന്ത്യക്ക് മൈലേജ് കിട്ടുന്നൊരു വാർത്തയാണ്. 2, ഇവിടെ ഖിലാഫത്തിന് വേണ്ടി ആഗ്രഹിച്ച, ഇപ്പോഴും തുർക്കി നമ്മുടെ മാതൃസ്ഥാനാണ്, തുർക്കി പാകിസ്ഥാനെയും കൂട്ടി ഒരു ദിവസം വരും ഇന്ത്യ കീഴടക്കാൻ എന്നൊക്കെ കരുതുന്ന ആളുകളെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? തുർക്കിക്ക് പണി കൊടുത്തു, തുർക്കി നിലവിളിക്കുന്നു. തുർക്കി പത്രങ്ങളിലും ലോകത്തിലെ എല്ലാ പത്രങ്ങളിലും വാർത്തയാണ്. $500 മില്യൺ തുർക്കിക്ക് ഈ ഒരൊറ്റ തീരുമാനം, മോഡിയുടെ ഒറ്റ അടി കൊണ്ട് നഷ്ടമായി എന്നുള്ളത് വലിയ വാർത്തയാകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ല. മലയാളത്തിൽ ഇത് കേരളീയർ അറിയണ്ട എന്ന് തീരുമാനിച്ച് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളും പറയത്തില്ല, പത്രങ്ങളും പറയത്തില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളിലേക്ക് എത്തിക്കും.
മറ്റുള്ളവർ പറയാത്ത വാർത്തകൾ. ഇപ്പോൾ ചിലരൊക്കെ നമ്മുടെ താഴെ വന്നിട്ട് ചോദിക്കുക, ഇത് വേറൊരിടത്തും വന്നില്ലല്ലോ. എടേ, വേറെല്ലായിടത്തും വരുന്ന കാര്യങ്ങൾ പറയാനല്ല ഞങ്ങൾ ഇന്ത്യ ലൈവ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന, തമസ്കരിക്കുന്ന, വളച്ചൊടിക്കുന്ന വാർത്തകളുടെ യഥാർത്ഥ ചിത്രം ഇവിടുത്തെ ദേശീയ ബോധമുള്ള രാജ്യാഭിമാനികളായ ഭാരതീയരായ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പറയും. അത് നിങ്ങൾ ഒരുപക്ഷെ വേറെ പത്രങ്ങളിലൊന്നും കാണത്തില്ല. പക്ഷേ നിങ്ങളത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ലിങ്ക് എവിടെയെങ്കിലും കിട്ടും. വ്യാജ വാർത്ത ഉണ്ടാക്കി പറയുന്ന പരിപാടി ഇല്ല. ഇവിടെ വ്യാജന്മാരുള്ള ചാനലല്ല ഇത്. ഉള്ളത് ഒറിജിനലാണ്. ഉള്ളത് ഒറിജിനലാണ്. ഉള്ളതുപോലെ പറയും. കാരണം നിങ്ങൾ കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കണേ.